എത്ര തവണ എത്ര ഫോണുകൾ തല്ലി പൊടിച്ചിട്ടുണ്ട്. എന്താ കാരണം? പണം വില്ലനായിട്ട് മാറുമ്പോൾ ഇല്ലേ? ഇത് കൂടുതൽ വീട്ടിലും പ്രശ്നത്തിന്റെ പേരില്ല. പണം ഭാര്യ ചോദിക്കുന്ന സാരി മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, ഭാര്യ ചോദിക്കുന്നതില്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പണം. അപ്പൊ എന്തേ? പണം വരുമ്പോ ലവ് ആൻഡ് കണക്ഷൻ വന്നു. പണം വരുമ്പോ പ്രശസ്തി അല്ലേ? എത്ര പേര് അല്ലെങ്കിൽ ജോലിക്കാരൻ ആരറിയാനാ? ആരറിയാനാ? അവിടെ പ്രശസ്തി കിട്ടി. വെറൈറ്റി എന്ത് വേണം? എന്ത് വേണം ലൈഫിൽ? എന്ത് വേണമെന്ന് വാങ്ങാനുള്ള പണം, സെർട്ടനിറ്റി, ഉറപ്പായിട്ടുള്ള ആ ഒരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇത് നേരെ തിരിച്ചു വരുമ്പോഴോ ഇത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കുറച്ച് കുറച്ച് കിട്ടും അല്ലേ? അപ്പൊ ലൈഫിന്റെ ഫുൾഫിൽമെന്റ് എന്താ? ഇത് 6 നമ്മൾക്ക് വേണം. 6 ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ പറ്റൂ. ആരാണ് മരണപ്പെട്ട സ്വർഗത്തിൽ പോണേ? ആരാ? അല്ലേ? ഇത് ഈ 6 കൂടി ചേരുമ്പോഴാണ് സ്വർഗം. എന്ന് ആലോചിച്ചില്ലേ? ഇത് 6 കൂടി ചേരുമ്പോ വി ആർ ലിവിംഗ് ഹെവൻ. റൈറ്റ്? നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ്. ഇവിടെ ആണെങ്കിലോ സ്വർഗത്തിലാണ്. എംപ്ലോയീസ് ആണോ? സ്വർഗം എന്നുള്ള സ്വപ്നങ്ങളിൽ മാത്രം. ഇവിടെയാണെങ്കിലോ താഴെ ഇഷ്ടംപോലെ പൈസ ആർക്ക് വേണം അല്ലേ? ഇവിടെ നമുക്ക് ആര് വേണമെങ്കിലും സഹായിക്കാനുള്ള ആ ഒരു പണം നമ്മുടെ കയ്യിൽ വരും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടതെന്തോ അത് മാത്രമേ ഒരു ജോലിക്കാരന് ഉണ്ടാക്കാൻ പറ്റൂ. ഫിസിക്കൽ എന്തായിരുന്നു? ശരീരത്തിന്റെ ആവശ്യങ്ങൾ. എന്താ ശരീരത്തിന്റെ ആവശ്യം? ഡ്രസ്, വീട് അല്ലെ? അപ്പൊ ബേസിക് ഹ്യൂമൻ നീഡ്സിന്റെ 50% മാത്രമേ ഒരു ജോലിക്കാരന് സ്വന്തമാക്കാൻ പറ്റൂ. അതേസമയം നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണം? ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരെ സഹായിക്കണം. റൈറ്റ്? അവിടെയാണ് ആ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ the soul will ask what you will do satisfy 6 days. അതായത് ഇതില് ഈ 6 നീഡ്സും ഒരുമിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. റൈറ്റ്? 6 വരുമ്പോൾ ഇപ്പൊ പള്ളിയിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ കോൺട്രിബ്യൂഷൻ എവിടെ? മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റേ ചെലവില്ല. അമരത്തിൽ പോവോ, പള്ളിയിൽ പോവോ, ചെലവില്ല. അതെന്തുണ്ട്? ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും ഒരു പക്ഷേ റിസൾട്ട് ഇല്ല അവിടെ. പക്ഷെ ഇവിടെ എന്തുണ്ട്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ അല്ലേ? ഒരാൾക്ക് 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ആത്മാവിനാണ്. ആത്മാവിനുള്ളിൽ നിന്നുണ്ട് മനസ്സ്. ആ മനസ്സ് സന്തോഷിക്കും. അപ്പൊ എന്ത് കിട്ടും? എന്ത് വെൽത്ത് കിട്ടുക? മെന്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ?